ദിവ്യ, മീനാക്ഷി പാലം തകർന്നിട്ടില്ല. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പാലമാണ്. പാലം തകർന്നാൽ പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനം നിശ്ചലമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം പാലത്തിന് മുകളിലൂടെയാണ് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും രക്ഷാപ്രവർത്തകരായാലും ആളുകളെ എത്തിക്കുന്നതും ഒക്കെ തന്നെ ഈ പാലത്തിന് മുകളിലാണ്. പാലം നിലവിൽ അപകടകരമായ സാഹചര്യം ഇല്ല. പാലത്തിന് മുകളിലുള്ള മണ്ണ് 90% നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മണ്ണാണ് പാലത്തിന് മുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ നഷ്ടങ്ങളുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ മണ്ണ് ഇടിഞ്ഞു വന്ന ഭാഗത്ത് ഒരു കടയുണ്ടായിരുന്നു. ആ കട പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിന് തൊട്ടടുത്തൊരു ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. ആ ബസ് വെയിറ്റിംഗ് ഷെഡ് പൂർണ്ണമായും തകർന്നു. ചെറിയൊരു പള്ളി ഈ പാലത്തിന്റെ മറുവശത്തായി ഉണ്ടായിരുന്നു. ആ പള്ളി പൂർണ്ണമായും, ആ പള്ളിയുടെ അവശേഷിപ്പ് പോലും ഇല്ല. ആ പള്ളിയോട് ചേർന്ന് ഒരു വീടുണ്ടായിരുന്നു. ആ വീടും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതാണ് നിലവിൽ ഈ ഒരു ഭാഗത്തെ കെട്ടിടങ്ങളുടെ നാശനഷ്ടത്തിന്റെ കണക്ക് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാഹനങ്ങളും അവരുടെ ലയങ്ങളും അവരുടെ താമസിക്കുന്ന ബോഗികളും ഒക്കെയാണ്. അതൊക്കെ പലയിടങ്ങളിലായി മണ്ണിനടിയിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ കാണാനുണ്ട്. പല എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും തകർന്ന പള്ളിയിലും വീട്ടിലും ഒന്നും ആളുണ്ടായിരുന്നില്ല ഈ ദിവ്യ, അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വീട്ടിലുള്ള ആളുകൾ സേഫായി തന്നെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ നേരത്തെ ആ ദൃശ്യങ്ങളിൽ കണ്ട ദിവ്യ, മറ്റേ നമ്മളെ CCTV ദൃശ്യങ്ങളിൽ കണ്ട അത്ഭുതകരമായി രക്ഷപ്പെടുന്ന 3 പേർ, അവരിവിടെ ഈ ബസ് വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ശബ്ദം കേൾക്കുകയും അവർ പുറകോട്ട് നോക്കുകയും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മണ്ണ് വരുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് പോലും അത് വ്യക്തമാണ്. ആ 3 പേരായിരുന്നു ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നത്. സമീപത്ത് നിന്ന് ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ചില ആളുകൾ ഇല്ല എന്ന് പറയുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ 15ഓളം തൊഴിലാളികളും ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ ആകെ 18 പേരുടെ കണക്കാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അതിൽ ഇനി 5 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇത് നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളാണ്. ഇനി മറ്റേതെങ്കിലും വിനോദസഞ്ചാരികൾ ഇവിടെ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തതയില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 100 കണക്കിന് വിനോദസഞ്ചാരികൾ ദിനംപ്രതി കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണിത്. അപ്പോൾ വിനോദസഞ്ചാരികൾ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത. അത് മാത്രമല്ല, ഈ മണ്ണ് ഒലിച്ചു വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4 ഭാഗത്തേക്കാണ് ഈ മണ്ണ് ചിതറി പോയിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മുമ്പ് ഈ വിനോദസഞ്ചാര മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ആളുകൾ വരികയും ഈ തുരങ്കപാത കാണുന്നതിനടക്കം ആളുകൾ ഇവിടെ എത്തുകയും ആ ആളുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ആളുകൾ നിർത്തി ഈ കടകളിൽ നിന്ന് ചായ ഉൾപ്പെടെ കൊടുക്കുകയും അവിടെ നിന്ന് വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. നിരവധി വാഹനങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും അപകടത്തിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും നമുക്കിനി വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ ഇനി നിലവിലെ കണക്കനുസരിച്ച് 18 പേരാണെങ്കിലും ഇത്തരത്തിൽ ആളുകൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ. എന്തായാലും എല്ലാ അർത്ഥത്തിലുമുള്ള തിരച്ചിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന കണക്കുകളുടെ ഒരു ക്ലാരിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വരുത്തുന്നതിന് വേണ്ടി ഇടപെടലും അവർ നടത്തുന്നുണ്ട്. ദിവ്യ.